തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ AITCയുടെ നേതൃത്വത്തിൽ നാനാടത്തു നിന്നും വൈക്കം ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 2023-24 സാമ്പത്തിക വർഷം ആരംഭിച്ച് 3 മാസമാകാറായിട്ടും തൊഴിലുറപ്പ് പണി ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ AICT തലയിലപ്പറമ്പ് വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 3 വർഷം തുടർച്ചയായി പണി ചെയ്ത കൃഷിഭൂമി ഇനി പണിയെടുക്കാൻ പാടില്ല എന്ന കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശമാണ് ഈ പ്രതിസന്ധിക്ക് പെട്ടെന്ന് കാരണമായത്. തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. അശാസ്ത്രീയമായ ഓഡിറ്റ് സമ്പ്രദായം അവസാനിപ്പിക്കുക, വേതനം 600 രൂപയെ വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിച്ചു. AITUC കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് V സന്തോഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഈ പദ്ധതിയോട് കാണിക്കുന്ന വിവേചനപരമായ സമീപനം നമുക്കറിയാം. 2022-ൽ ഈ പദ്ധതിക്ക് വേണ്ടി 73,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചത്. എന്നാൽ അത് 2023 ആയപ്പോൾ അത് 60,000-ആയി നേരെ വെട്ടിക്കുറച്ചു. 2024 പാർലമെന്റ് മുന്നിൽ കണ്ടുകൊണ്ട് 10,000-കണക്കിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്നതിന് വേണ്ടി അല്പം വർദ്ധിപ്പിച്ചു. ഈ മേഖലയിൽ രാജ്യത്താകെ ഏതാണ്ട് 15 കോടിയോളം വരുന്ന തൊഴിലാളികളാണ് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നത്. ഏതാണ്ട് 9 കോടിയോളം കുടുംബങ്ങളാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വരുമാനം, കുടുംബത്തിന്റെ ഒരു വരുമാനം. മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് 90% ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകളാണ് പണിയെടുക്കുന്നത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് 50%-ൽ താഴെ മാത്രമാണ്. ഒരു ചെറിയ വരുമാനം, തങ്ങളുടെ കുടുംബത്തെ പുലർത്താൻ, തങ്ങളുടെ കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം, ഒരു മരുന്ന് വാങ്ങാൻ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ തുക അവരുടെ കൈകളിലേക്ക് കിട്ടുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് പ്രായം പോലും മറന്നുകൊണ്ട് തങ്ങളുടെ കുടുംബങ്ങളെ പുലർത്തുന്നതിന് വേണ്ടി ഈ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ പദ്ധതിയെ തകർക്കുന്നതിനും അതിന് വിവേചനപരമായ സമീപനം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ വാരിക്കോരി പൈസ കൊടുക്കുന്നതിന് വേണ്ടി അതും നമ്മൾ ഇവിടെ കാണുന്നു. കേന്ദ്രത്തിൽ പണമില്ല എന്ന് പറയുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഏതാണ്ട് 3 മുതൽ 12% വരെ വേതന വർധന ഉണ്ടായപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ഒരു വിവേചനപരമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. കേരളത്തിന് 13 രൂപ വർദ്ധിച്ചപ്പോൾ ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ വർദ്ധിപ്പിച്ചത് 34 രൂപയാണ്. ഗോവയിൽ വർദ്ധിപ്പിച്ചത് 28 രൂപയാണ്. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ കേരളത്തോട് വളരെ വിവേചനപരമായ സമീപനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നു. അതുകൊണ്ട് ഈ പദ്ധതി തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരായി ഇപ്പോൾ ഓരോ ഉത്തരവുകളാണ് വരുന്നത്. അവർക്ക് എങ്ങനെ ഈ പദ്ധതി തകർക്കാൻ കഴിയും? എങ്ങനെ ഈ തൊഴിൽ മേഖലയിൽ തൊഴിൽ ദിനം കുറയ്ക്കാൻ കഴിയും? NREG വർക്കേഴ്സ് യൂണിയൻ തലയിലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് സാബു P മണലുടി, മണ്ഡലം സെക്രട്ടറി ജസീന, യൂണിയൻ വൈക്കം മണ്ഡലം സെക്രട്ടറി രജനി, CPI വൈക്കം മണ്ഡലം സെക്രട്ടറി MD ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം PS പുഷ്പമണി, KD വിശ്വനാഥൻ, PS പുഷ്കരൻ, K വേണുഗോപാൽ, PD സാബു എന്നിവർ പ്രസംഗിച്ചു. നാനാടൻ CPI ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 തൊഴിലാളികൾ പങ്കെടുത്തു. സുലോചന പ്രഭാകരൻ, ഗിരിജ പുഷ്കരൻ, സുജാത മധു, ഗീത ഷാജി, PN മനോഹരൻ, CP അനൂപ്, ശ്യാമ ദിനേശ് എന്നിവർ നേതൃത്വം നൽകി.